ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് വിനോദ്. എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ്. ഞാൻ +2-നാണ് പഠിക്കുന്നത്. എൻ്റെ കൊച്ചച്ഛൻ്റെ വീട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് അടുത്താണ്. കൊച്ചച്ഛൻ്റെ ഭാര്യയുടെ പേരാണ് ശ്യാമള. എൻ്റെ കൊച്ചച്ഛൻ ഗൾഫിലാണ്. 6 മാസം കൂടുമ്പോൾ ഒരിക്കൽ മാത്രമേ നാട്ടിൽ വരൂ. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അവർ രണ്ടുപേരും ജോലിക്കാരാണ്. ശ്യാമള ചേച്ചിയും ഞാനും നല്ല കമ്പനിയാണ്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് നല്ല കൂട്ടാണ്. അവർക്ക് മക്കളൊന്നുമില്ല. ചേച്ചിയുടെ അമ്മയും അച്ഛനും പിന്നെ ചേച്ചിയും മാത്രമാണ് വീട്ടിൽ ഉള്ളത്. ചേച്ചിക്ക് വലിയ പ്രായമൊന്നുമില്ല. കാണാനൊക്കെ നല്ല സുന്ദരിയാണ്. സിനിമാ നടി അനുസിത്താരയുടെ അതേപോലെയാണ്. ചേച്ചി അത്യാവശ്യം നല്ലപോലെ പഠിച്ചതാണ്. ജോലിക്കൊക്കെ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ഇൻ്റർവ്യൂവിനൊക്കെ ഞാനും ചേച്ചിയുടെ കൂടെ പോയിട്ടുണ്ട്. അങ്ങനെ അവസാനം ചേച്ചിക്കൊരു പ്രൈവറ്റ് ബാങ്കിൽ ജോലി കിട്ടി. ബാങ്ക് കുറച്ച് അകലെയാണ്. ഒരു 20 കിലോമീറ്ററെങ്കിലും ദൂരമുണ്ട്. അവിടേക്കുള്ള ബസ് യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്ഥിരമായി ബസ്സൊന്നും അങ്ങനെയില്ല. അങ്ങനെ ചേച്ചിയുടെ നിർബന്ധപ്രകാരം കൊച്ചച്ഛൻ ചേച്ചിക്കൊരു സ്കൂട്ടി ബുക്ക് ചെയ്തു. ഷോറൂമിൽ നിന്ന് വണ്ടിയെടുക്കാൻ ചേച്ചിയുടെ കൂടെ ഞാനും പോയിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് വരാൻ നേരത്താണ് ആ സത്യം ഞാൻ അറിയുന്നത്. ചേച്ചിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. എടാ, നീ എന്നെ ഓടിക്കാൻ പഠിപ്പിക്കണം, ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ വണ്ടിയെടുത്തത്. അങ്ങനെ ചേച്ചിയെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കായി. എനിക്കും അതിൽ ചെറിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം കാറൊന്നും ഓടിക്കാൻ പഠിപ്പിക്കുന്ന പോലെയല്ലല്ലോ, സ്കൂട്ടി ഓടിപ്പിക്കുമ്പോൾ അതൊരു പ്രത്യേക രസമാണ്. ആ വണ്ടിയുടെ വിശാലമായ ഡിക്കിയിൽ എൻ്റെ കുപ്പിയൊന്ന് വെക്കാൻ പറ്റും. പിറ്റേ ദിവസം വൈകുന്നേരം 5 മണി തൊട്ട് ചേച്ചിയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം ചേച്ചി വീട്ടിൽ വന്നു. വണ്ടി എടുത്തതിൻ്റെ സന്തോഷത്തിന് ലഡു എല്ലാം കൊണ്ടുവന്നതാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ലഡു കൊടുത്തു. ഞാനാണ് ചേച്ചിയെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നതെന്നും അവരോട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചിയെ വിളിച്ചിരുത്തി വണ്ടിയുടെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ചേച്ചി ചെറുപ്പത്തിൽ സൈക്കിളൊക്കെ ഓടിച്ചിട്ടുണ്ടോ? സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഹാൻഡ് ബാലൻസ് ഏകദേശം പെട്ടെന്ന് ഓക്കെ ആകും. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ചോദിച്ചത്. ഏയ്, ഞാൻ ചെറുപ്പത്തിൽ സൈക്കിളൊന്നും ഓടിച്ചിട്ടില്ല. ചേച്ചിയെ പെട്ടെന്ന് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. എടാ, നിന്റെ മുഖത്തെന്താ ഒരു ടെൻഷൻ? വണ്ടി ഓടിക്കാൻ പഠിക്കാൻ അത്രയ്ക്ക് പാടാണോ? സിമ്പിളാണ്, എളുപ്പം പഠിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഏയ് ചേച്ചി, അതോർത്ത് ടെൻഷനൊന്നും ആവണ്ട. ഞാൻ സിമ്പിളായി പഠിപ്പിച്ചു തരാം. അങ്ങനെ പിറ്റേ ദിവസമായി. ചേച്ചി നല്ല സന്തോഷത്തിലാണ്. ഇപ്പോൾ പഠിക്കാം എന്നാണ് ചേച്ചിയുടെ വിചാരം. ഗ്രൗണ്ടിലേക്ക് വണ്ടി ഓടിച്ച് പോയതാണ്. ഗ്രൗണ്ടിലെത്തിയിട്ട് ചേച്ചിയോട് വണ്ടിയുടെ മുമ്പിൽ ഇരിക്കാൻ പറഞ്ഞു. ആദ്യം തന്നെ വണ്ടി സ്റ്റാർട്ടാക്കാൻ പഠിപ്പിച്ചു. 3-4 പ്രാവശ്യം ശ്രമിച്ചപ്പോൾ ചേച്ചി വണ്ടി സ്റ്റാർട്ടാക്കി. ഞാൻ വണ്ടിയുടെ പുറകിൽ പിടിച്ചു. ചേച്ചിയോട് പതിയെ ആക്സിലേറ്റർ കൊടുത്ത് മുമ്പോട്ട് ഓടിക്കാൻ പറഞ്ഞു. വണ്ടി ചെറുതായിട്ട് മുമ്പോട്ട് നീങ്ങി. ചേച്ചിയാണെങ്കിൽ നിലത്തുനിന്ന് കാല് എടുക്കുന്നില്ല. വണ്ടി അപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു. അപ്പോഴേക്കും ചേച്ചി വണ്ടിയുടെ പുറത്തേക്കിറങ്ങി. ഞാൻ ഓടിച്ചെന്നു. ചേച്ചിയും ഞാനും കൂടെ വണ്ടി നേരെയാക്കി. ആ സമയത്ത് ആ വലിയ ഡിക്കിയിൽ എൻ്റെ കുപ്പി മുട്ടി. ചേച്ചി പേടിക്കണ്ട, ഞാൻ ബേക്കിൽ സീറ്റിൽ ഇരിക്കാം, അപ്പോൾ വണ്ടി മറിയില്ല. അങ്ങനെ ചേച്ചി വണ്ടി സ്റ്റാർട്ടാക്കി. വണ്ടി പതിയെ മുമ്പോട്ട് നീങ്ങി. ഞാൻ എൻ്റെ കാലിൽ വണ്ടി ബാലൻസ് ചെയ്തു. ചേച്ചിക്ക് ഹാൻഡ് ബാലൻസ് ഒട്ടും ഇല്ലാത്തതുകൊണ്ട് വണ്ടി കിടന്ന് വെട്ടുന്നുണ്ട്. ഞാനും വണ്ടിയുടെ ഹാൻഡിൽ പിടിച്ചു. ഇപ്പോൾ കുഴപ്പമില്ല. ചേച്ചി പതിയെ പതിയെ ഓടിക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് പഠിക്കാമെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. എൻ്റെ കുപ്പി ആ വലിയ ഡിക്കിയുടെ അടിയിലാണിപ്പോൾ. ബ്രേക്ക് പിടിക്കുമ്പോഴെല്ലാം കുപ്പി നല്ലപോലെ ഞെങ്ങുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം ഓടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുപ്പിയിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ഞാനത് അറിഞ്ഞു. പെട്ടെന്ന് ചേച്ചി എന്നോട് പറഞ്ഞു, എടാ, എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്, നമുക്കിനി നാളെ പഠിക്കാം. ഞങ്ങൾ രണ്ടുപേരും ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപാടെ ചേച്ചി ഫ്രഷാകാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി വന്നു. ഞാനും കൈയും കാലും മുഖവുമെല്ലാം കഴുകാൻ ഉള്ളിലേക്ക് പോയി. ഞാൻ കൈയും കാലും കഴുകിക്കൊണ്ട് നിന്നപ്പോഴാണ് ചേച്ചിയുടെ പൂവിൻ്റെ കവറ് അവിടെ കണ്ടത്. ഞാനതെടുത്ത് നോക്കി. മുൻവശത്ത് ചെറിയ നനവ്, കുപ്പിയിലെ വെള്ളം പോയ പോലെ. ഡിക്കിയിലെ കുപ്പി വെച്ചത് ചേച്ചി അറിഞ്ഞിരുന്നു. അത് ഓർത്ത് ഞാനൊന്ന് വിട്ടു. കൂട്ടുകാരെ, വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു അടിപൊളി കഥയായിട്ട് വരാം.